എന്നൊരു ക്ലാസ് എടുക്കും. അതിൽ നമ്മൾ ഇതിൽ ബ്ലാക്ക് അല്ലെങ്കിൽ കളർ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറിയിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ കൊണ്ടുവന്ന് അതിൽ നമ്മൾ എഴുതിയിട്ട് വീഡിയോ ഉണ്ടാക്കുന്ന വിധം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എഴുതി ഡൗൺലോഡ് ആക്കി ഇൻഷോട്ടിൽ പോയി നമുക്കൊരു വീഡിയോ ഉണ്ടാക്കുന്ന വിധം ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് പോയി ഫോട്ടോ എടുത്തു. ഫോട്ടോ നമ്മൾ ഇപ്പോൾ ഈ ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മൾ അതിന് സൈസ് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസ് നമ്മൾ എടുക്കണം. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ഇതാ എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ സൈസാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സൈസ് അതേപോലെ എടുക്കുന്നത്. അത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈ സൈസാണ് ആവശ്യം. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇങ്ങനെ എടുത്തു. നമ്മൾ അന്ന് ടൈപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടവർക്ക് മനസ്സിലായി കാണും. നമ്മൾ എടുത്തു, ടെസ്റ്റ് എടുത്തു. എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോണ്ട് കൊടുക്കാം. ഫോണ്ട് ഏതാ ഫോണ്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണ്ട് നമ്മൾ കൊടുക്കുന്നു. ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ആക്കി സെൻറ്ററിൽ ഏകദേശം വെച്ചു. ഈ സെൻറ്ററിൽ വെക്കേണ്ടത് നമ്മൾ പറഞ്ഞില്ല, പക്ഷെ നമുക്ക് തന്നെ സെൻറ്ററിൽ ആക്കാൻ വേണ്ടി സെൻറ്റർ കറക്റ്റ് കിട്ടാൻ വേണ്ടി റിലേറ്റീവ് പൊസിഷൻ അതിലെടുത്തിട്ട് ഈ മുകളിൽ ഇതിൽ സെൻറ്റർ നക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പുറം സൈഡ് ആവണമെങ്കിൽ ആ സൈഡ്, ഇപ്പുറമാണെങ്കിൽ ഇപ്പുറം, മുകളിൽ താഴെ ഇത് സെൻറ്ററാണ്. ഇവിടെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ കളറ് നമ്മൾ മാറ്റണം. കളറ് മാറ്റുന്നത് നമ്മൾ ബ്ലാക്കിലേക്ക് കൊടുത്തു. ബ്ലാക്കിലേക്ക് കൊടുത്തതിന് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, അൾട്രാ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നു. ഗാലറിയിലേക്ക് ഇൻഷോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷോട്ടിലേക്ക് വന്ന് നമുക്കത് ഒരു സോങ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കാൻ വേണ്ടി ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 20 സെക്കൻഡോ അങ്ങനെയുള്ള വീഡിയോ ആക്കാൻ വേണ്ടി നമ്മൾ ഇൻഷോട്ടിൽ ന്യൂ എടുക്കുന്നു. ന്യൂ എടുത്തിട്ട് നമ്മളിപ്പോൾ നമുക്ക് ആ ഫോട്ടോസ് നമ്മളിതാ ചെയ്ത് വെച്ചത് ഇങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ ക്യാൻവാസ് ഞാൻ നേരത്തെ 16:9 ആക്കിയോണ്ട് ആ ക്യാൻവാസ് തന്നെ ചെയ്താക്കണം. അതിന് ശേഷം അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വലിച്ച് നീട്ടി കൊടുക്കാൻ പറ്റും ഇൻഷോട്ടിൽ. അതല്ല നമുക്ക് ഒരു 25 സെക്കൻഡ് വേണം. അപ്പോൾ നമ്മൾ ഇതിലെന്താക്കുന്നത്, ഈ ഡയറക്ഷൻ എടുത്തിട്ട് നമുക്കിവിടെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ലെവലിൽ തന്നെ വന്നിട്ടുണ്ടാവും. കണ്ട. അതിന് ശേഷം നമ്മൾ എന്താക്കുന്നു, ഒരു ഓഡിയോ കൊടുക്കണം. ഓഡിയോ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ മ്യൂസിക്. അപ്പം എനിക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോയിലുള്ള സോങ്ങാണ് വേണ്ടത്. അപ്പം ഞാൻ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ ഇല്ലേ, അത് ഓക്കെ അടിച്ചു കൊടുക്കും. ഓക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സോങ് ഇവിടെ വന്നിട്ടുണ്ട്. അത് പ്ലേ ചെയ്യും. അത് ഓക്കെ അടിക്കുമ്പോൾ അത് ഇവിടത്തേക്ക് വന്നു. ഇന്നലെ നമ്മുടെ കൂടെ നടന്നവനല്ലേ ഇന്നുറങ്ങുന്നത് 6 അടി മണ്ണിലല്ലേ. ഈ വിധമെങ്കിൽ വേഗമൊരുങ്ങാം, നാളെ ഞാനോ നീയാണോ. ഈമാനും ഇഖ്ലാസും നെഞ്ചിൽ ചേർത്ത് നടന്നോ നാളും.
അത് നമുക്ക് ഇന്ന് ഇത്ര പോരേ ഇല്ലു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താക്കാം, ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പ്ലിറ്റ് ഓക്കെ അടിച്ചിട്ട് ഈ റൈറ്റ് ഭാഗത്താക്കാം നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലൈന് സൈഡ് കണ്ട ഡിലീറ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സോങ്ങിൻ്റെ ഫസ്റ്റ് ഭാഗവും ലാസ്റ്റ് ഭാഗവും എന്താക്കുന്നത്, നമുക്കത് ചെറുതായിട്ട് തുടങ്ങി ചെറുതായിട്ട് അവസാനിക്കും. അപ്പം നമ്മളിത് ഒന്ന് ടച്ച് ചെയ്ത് എഡിറ്റ് അടിച്ചിട്ട് ഇന്നലെ നമ്മുടെ ഫെയ്ഡ് കൂടെ ഇൻ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇന്നലെ നമ്മുടെ കൂടെ അങ്ങനെ വന്നു. നടന്നവനല്ലേ ഇനി ലാസ്റ്റ് അതേപോലെ കുറച്ച് കൊടുത്തു. ഇന്നലെ നമ്മുടെ കൂടെ നടന്നവനല്ലേ ലാസ്റ്റ് കേട്ടോ. ആണോ ഈമാനും ഇഖ്ലാസും നെഞ്ചിൽ ചേർത്ത് നടന്നോ എന്നാണ്. ഓക്കെ അടിച്ച് നമുക്ക് എക്സ്പോർട്ട് അടിച്ചു കൊടുക്കാം. അപ്പം നമുക്കിപ്പം എന്തായി, ഒരു പിക്സൽ ലാബിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് അതിനെ ഇൻഷോട്ട് കൊണ്ടുവന്ന് ചെറിയ രീതിയിലൊരു വീഡിയോ ആക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, അടുത്ത ക്ലാസ്സിൽ ഇതാക്കാം. അപ്പോൾ ക്ലാസ് ശരിക്ക് ഇത് പറയും പോലെ ചെയ്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് എഡിറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരും. ഓക്കെ.